ഹായ് ഡേയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ റംസാൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒത്തിരി ദിവസങ്ങളായിട്ടുണ്ട് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അത് ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാലോ, ഒത്തിരി തിരക്കിലാണ്. നമ്മളുടെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കൊടുക്കാം. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തിരിയിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു പത്തിരി എന്ന് പറയുന്നത് എന്നെപ്പോലത്തെ മടിച്ചുകളായിട്ടുള്ള ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ വെള്ളം വെച്ചിട്ട് എത്രയാണോ പൊടി അതിനനുസരിച്ച് വെള്ളം വെച്ചിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അത് കുഴച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ പ്രസ്സിൽ വെച്ച് അമർത്തുക. നമ്മുടെ പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ അത് നിങ്ങൾ വിചാരിക്കും അത് പൊള്ളയ്ക്കോ അങ്ങനെ പൊന്തി വരുമോ എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ അത് പൊന്തി വരും. നല്ല നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ റംസാനാകുമ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അത്താഴത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ആ ഒരു പത്തിരിക്ക് വരില്ല. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെപ്പോലത്തെ മടിച്ചുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ വിദേശത്തിരിക്കുന്ന ആളുകൾക്കും വളരെ സിമ്പിളായിട്ട് സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീഡിയോ ആണ്. റംസാനിൽ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് ഇത് നമ്മൾ ആകെ ടയേർഡായിട്ടുള്ള ഒരു ദിവസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അടുത്തത് നമ്മൾ എന്താ പറയുക, മുഹബത്തക്ക സർബത്താണ് ചെയ്തെടുക്കുന്നത്. അത് സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതൊക്കെ എല്ലാവർക്കും റെസിപ്പീസൊക്കെ അറിയുന്നതാണ്. പിന്നെ ജസ്റ്റ് ഒരു റംസാൻ്റെ വീഡിയോ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ. പ്രത്യേകിച്ച് എന്താ പറയുക, ഒരുപാട് വിഭവങ്ങളൊന്നും നമ്മൾ ഒരുക്കിയിട്ടില്ല. കാരണം നമുക്ക് അത്രയും തിരക്കുകളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു സമോസ, പത്തിരി, കറി, അതുപോലെ നമ്മുടെ മുഹബത്തക്ക സർബത്ത്. അപ്പോൾ വളരെ കുറഞ്ഞ ഐറ്റംസ് മാത്രമേ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യം വർക്കുകളൊക്കെ ഉണ്ട്. റംസാൻ ആയതുകൊണ്ട് തന്നെ എല്ലാ വർക്കുകളും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.